പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രതികരണത്തിന് പിന്നാലെ അദ്ദേഹത്തെ പരിഹസിച്ച CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ. യുവാക്കളുടെ ക്ഷേമത്തെക്കാൾ പ്രധാനമായി മറ്റൊന്നുമില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മുൻനിർത്തിയാണ് അഭിജിത് ദീപ്കയുടെ വിമർശനം. യുവാക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനാണ് തങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നും ചോദ്യക്കടലാസ് ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരുന്നു. കുറ്റക്കാർക്ക് മാപ്പുണ്ടാകില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയിലെ ഒന്നും ഇതിലും പ്രധാനമല്ല എന്ന വരികളെ ആയുധമാക്കിയാണ് അഭിജിത്ത് ട്രോളുമായി എത്തിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഹായ്, എന്റെ പേര് നത്തിങ് എന്ന് അഭിജിത്ത് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ CJP നടത്തിവരുന്ന പ്രതിഷേധം കൂടുതൽ കരുത്താർജിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാകുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നാണ് CJPയുടെ നിലപാട്. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചേ മതിയാവൂ എന്ന് CJP മോദിക്ക് മറുപടി നൽകി. നമ്മുടെ യുവജനങ്ങളുടെ ക്ഷേമത്തിനും ഭാവിക്കും അപ്പുറം മറ്റൊന്നിനും പ്രാധാന്യമില്ല. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഞങ്ങളുടെ നടപടികളുടെ തുടർച്ചയാണിത്. നമ്മുടെ യുവജനങ്ങളുടെ ഭാവിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്നാണ് മോദി എക്സിൽ കുറിച്ചത്. മാത്രമല്ല, കണ്ണീർ വാതക പ്രയോഗത്തിൽ അവർക്ക് പരിക്കേറ്റു. ആ വേദിയിൽ നിൽക്കെ പോലീസിന്റെ ലാത്തിചാർജ് ഉണ്ടായി. നട്ടിലിനു ക്ഷതമേറ്റു. തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തുന്നില്ല എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നു. ഡൽഹി റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന് മുന്നിലിരുന്ന് മകൾക്ക് സംഭവിച്ചത് എന്തെന്ന് ഓർത്തെടുത്ത് വിതുമ്പുന്ന 50-കാരിയുടെ ഒരു വാർത്തയും പുറത്തു വന്നിരുന്നു. CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെ ഉണ്ടായ പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ് ജീവനു വേണ്ടി പോരാടുന്ന ഡൽഹി ഛത്തർപൂർ എക്സ്റ്റൻഷൻ സ്വദേശി സാക്ഷിയുടെ അമ്മ. 3 ദിവസമായി അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ സാക്ഷിയുടെ അച്ഛനും സഹോദരനുമുണ്ട്. സാക്ഷിക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുത്ത സഹോദരി പരിക്കേറ്റ് വീട്ടിലാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ സാധ്യതയുള്ള ഒരു വാക്ക് പോലും പറയാതിരിക്കാൻ പോലീസ് സദാ കുടുംബത്തിന് ചുറ്റുമുണ്ട്. മാധ്യമ ശ്രദ്ധയിൽ വരാതിരിക്കാൻ ഇന്നലെ ഇവരെ ICUവിനുള്ളിലെ പ്രത്യേക മുറിയിലേക്ക് മാറ്റി. ആശുപത്രി രേഖകളിൽ അജ്ഞാത എന്നാണ് സാക്ഷിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാക്ഷി സംസാരിക്കുന്നുണ്ടെന്നും വെന്റിലേറ്ററിൽ നിന്നും ഉടൻ മാറ്റുമെന്നും ആശുപത്രി അധികൃതർ പുറമെ പറയുന്നു. അതേസമയം സ്ഥിതി വഷളാണെന്ന് ചികിത്സിക്കുന്ന ടീമിലെ അംഗങ്ങൾ രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.